ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് നോളജ് ഹണ്ടർ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നോളജ് ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 7ാം ക്ലാസ് BSൻ്റെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ പാഠത്തിൻ്റെ 3rd പാർട്ട് അല്ലെങ്കിൽ ഫൈനൽ പാർട്ട് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പാർട്ട് കാണാൻ നിങ്ങൾ വരുമ്പോൾ ഒന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് മുഴുവൻ കണ്ടിട്ട് അതിലുള്ള എല്ലാ കൺസെപ്റ്റും കൃത്യമാക്കി മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ മക്കൾ 3rd പാർട്ടിലേക്ക് വരാൻ. പിന്നെ ഒന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്, ആ വീഡിയോയുടെ ലിങ്ക് ഈ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് വരാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലേ, കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അത് പഠിക്കണം കേട്ടോ. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഇനി കൂടുതൽ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇനിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ നോളജ് ഹണ്ടർ എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ? അവരും കൂടെ നമ്മളുടെ വീഡിയോ ഒന്ന് കണ്ട് പഠിക്കട്ടെ. ഓക്കെ ആണല്ലോ? സോ കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഇവിടെ ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ ആൾ. നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നമ്മളുടെ CID മൂസ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. CID മൂസയിലെ നമ്മുടെ ദിലീപ് ഏട്ടനാണിത് അല്ലേ. നമുക്കറിയാം ആ ഒരു സിനിമയിലെ ഒരു രംഗം ഇങ്ങനെയാണ്. നമ്മുടെ ദിലീപ് ഏട്ടൻ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് നേരെ താഴത്തേക്ക് ചാടുകയാണ്. അപ്പോൾ ചാടുന്നതിനിടയിൽ ഒരു പോസ്റ്റിൽ മൂപ്പര് കുടുങ്ങിയിട്ട് മൂപ്പര് എന്ത് ചെയ്യും, ഷോക്ക് അടിക്കും, എന്നിട്ട് നേരെ താഴത്തേക്ക് വീഴുന്ന രംഗമുണ്ട്. അവിടെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ നമ്മളുടെ ഈ ദിലീപ് ഏട്ടൻ്റെ അല്ലെങ്കിൽ ദിലീപിൻ്റെ ഷോക്ക് അടിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഷോക്ക് അടിക്കുന്നത് ഞാൻ പറയാം. നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷോക്ക് അടിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഷോക്ക് അടിച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ. അപ്പോഴൊക്കെ നമുക്കിൻ്റെ ശരീരത്തിലൂടെ ഇലക്ട്രിസിറ്റി പോവുക ചെയ്യുക. നമ്മളിപ്പോൾ ഒരു പ്ലഗിൽ കൊണ്ട് വിരൽ വെച്ചു, ഒരു ഓണാക്കിയ പ്ലഗിൽ കൊണ്ട് വിരൽ വെച്ചു, നമുക്ക് ഷോക്ക് അടിക്കാം. കാരണം നമ്മളുടെ ശരീരത്തിലൂടെ അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മളുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ, ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇനി അടുത്തത് പറയാനുള്ള ടോപ്പിക്കാണ് ഇലക്ട്രിക് ഷോക്ക്. ഓക്കെ, ഇലക്ട്രിക് ഷോക്കാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ വി ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക് വെൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ അവർ ബോഡി. പറഞ്ഞ കാര്യം തന്നെയാണ്. എപ്പോഴാണ് നമുക്ക് ഷോക്ക് അടിക്കുക? നമ്മുടെ ശരീരത്തിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഷോക്ക് അടിക്കുക. ഓക്കെ ആണല്ലോ? ഏതൊക്കെ സാഹചര്യത്തിലാണ്? നമുക്കറിയാം, നമുക്കൊരു പ്ലഗിൽ, ഇപ്പോൾ ഒരു ഇൻസുലേറ്റഡ് അല്ലെങ്കിൽ ഒരു പ്ലഗ് ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്, അത് ഓണായിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ആ പ്ലഗിലേക്ക് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലൂടെ ഷോക്ക് അടിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഷോക്ക് അടിക്കുക? ഇലക്ട്രിക് കറണ്ട് നമ്മളുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഈ നമ്മളുടെ ശരീരത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള കാരണം എന്താ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു കണ്ടക്ടർ ആയിരിക്കണം. ഒരു കണ്ടക്ടറിലൂടെ മാത്രമേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുള്ളൂ. നമ്മളുടെ ബോഡി ഒരു കണ്ടക്ടറാണോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ? അതെ, നമ്മളുടെ ബോഡി ഒരു കണ്ടക്ടറാണ്. കാരണം നമ്മളുടെ ശരീരത്തിൽ എന്തുണ്ടടാ? വാട്ടർ ഉണ്ട്, വെള്ളം, ജലമുണ്ട്. നമ്മളറിയാം, ജലം എന്ന് പറയുന്നത് ഇലക്ട്രിക് കണ്ടക്ടറാണ്. നമ്മളുടെ ശരീരത്തിൽ ജലമുണ്ട്, അതുകൊണ്ട് നമ്മളുടെ ബോഡി ഒരു ഇലക്ട്രിക് കണ്ടക്ടറാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? നോക്കുക, അവർ ബോഡി ഈസ് ആൻ ഇലക്ട്രിക് കണ്ടക്ടർ. നമ്മളുടെ ശരീരം ഒരു ഇലക്ട്രിക് കണ്ടക്ടറാണ്. എന്തുകൊണ്ടാ? സിൻസ് വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ ദ ലിവിങ് സെൽസ്. സെല്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോശങ്ങളാണ്. നമ്മളുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെയാണ് സെല്ലുകൾ എന്ന് പറയുക. നമ്മളുടെ ജീവനുള്ള കോശങ്ങളിൽ ജലം അടങ്ങിയിട്ടത് കൊണ്ട്, വാട്ടർ ഉള്ളത് കൊണ്ട് നമ്മളുടെ ബോഡി ഒരു ഇലക്ട്രിക് കണ്ടക്ടറാണ്. ഓക്കെ, നമ്മളുടെ ബോഡിയിൽ സെല്ലുകളിൽ വാട്ടർ ഉണ്ട്, ജലമുണ്ട്. ആ ജലമുള്ളത് കൊണ്ടാണ് നമ്മളുടെ ബോഡി ഒരു ഇലക്ട്രിക് കണ്ടക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെ നോക്കാം. ഓക്കെ ആണല്ലോ? സോ നോക്കുക, ഇലക്ട്രിക് ഷോക്ക്
ഇലക്ട്രിക് ഷോക്ക് occurs when a broken power line or an external electric shock like an uninsulated circuit comes into contact with the body. നമ്മളുടെ ശരീരത്തിൽ ഒരു പൊട്ടിയ പവർ ലൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പവർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു കമ്പിനെയാണ് പവർ ലൈൻ എന്ന് പറയാം. ഒരു പൊട്ടിയ പവർ ലൈനോ അല്ലെങ്കിൽ ഒരു അൺഇൻസുലേറ്റഡ്, എന്താ അൺഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഇൻസുലേറ്റർ വെച്ചിട്ട് കവർ ചെയ്യാത്ത ഒരു സർക്യൂട്ടോ നമ്മളുടെ ശരീരവുമായിട്ട് കോണ്ടാക്റ്റിൽ ഒരു ബന്ധത്തിൽ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് നമുക്ക് ഷോക്ക് അടിക്കുക അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഷോക്ക് അടിക്കുക അല്ലെങ്കിൽ ഷോക്ക് കേൾക്കുക? ബ്രോക്കൺ പവർ ലൈന് അല്ലെങ്കിൽ ഒരു പൊട്ടിയ പവർ ലൈനോ അല്ലെങ്കിൽ ഒരു അൺഇൻസുലേറ്റഡ് സർക്യൂട്ടോ നമ്മളുടെ ബോഡിയുമായിട്ട് നമ്മളുടെ ശരീരവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. പിന്നെ നോക്കുക, ഈ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. കളർ മാറിയോ? കളർ നമുക്ക് ചോക്കനാക്കാം, അതാണ് കുറച്ചുകൂടെ ഭംഗി. ഓക്കെ നോക്കുക, സംടൈംസ് ചില സമയങ്ങളിൽ ദിസ് കോസ് സിവിയർ ബേൺ. സിവിയർ എന്ന് പറഞ്ഞാൽ രൂക്ഷമായ, ബേൺ പൊള്ളൽ. അപ്പോൾ ചിലപ്പോഴൊക്കെ നല്ല രീതിക്ക് ഷോക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ കറണ്ട്, ഹൈ ഇലക്ട്രിസിറ്റി നമ്മളുടെ ബോഡിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? വലിയ വലിയ ബേണുകൾ, വലിയ വലിയ പൊള്ളലുകൾ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. പിന്നെ നോക്കുക, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, കാർഡിയാക് അറസ്റ്റ്. അവിടെ ഈ ഒരു വേർഡ് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല, കാർഡിയാക് അറസ്റ്റ്. ഞാൻ പറഞ്ഞുതരാം. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയം പെട്ടെന്ന് നിലയ്ക്കുന്നതിനെയാണ്, പെട്ടെന്ന് നമ്മളുടെ ഹൃദയം പമ്പ് ചെയ്യുന്നത് നിൽക്കുന്ന ആ അവസ്ഥേനെയാണ് എന്ത് പറയുക? കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ചില ആളുകൾക്കൊക്കെ ഈ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പത്രത്തിലൊക്കെ കേൾക്കാറുണ്ട്, ഈ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് മരണമടഞ്ഞു എന്നൊക്കെ. അങ്ങനെ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് മരണമടഞ്ഞു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ഇലക്ട്രിക് ഷോക്ക് കൊണ്ട് മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് ആണ്. നമ്മുടെ ഹൃദയം പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ സ്തംഭിക്കും. ആ സ്തംഭിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ ഷോക്ക് ഏറ്റത് കൊണ്ട് മരണം സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? സോ ഒന്നും കൂടെ പറയാം, നമ്മളുടെ ശരീരത്തിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഷോക്ക് ഏൽക്കുന്നത്. അതേപോലെ നമ്മളുടെ ബോഡി ഒരു ഇലക്ട്രിക് കണ്ടക്ടർ ആയതുകൊണ്ടാണ് നമ്മളുടെ ബോഡിയിലൂടെ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുന്നത് അല്ലേ? കാരണം നമ്മളുടെ ബോഡിയിൽ വാട്ടർ ഉണ്ട്. വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറാണ്. അതുകൊണ്ട് നമ്മളുടെ ബോഡിയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുക? ഒരു ബ്രോക്കൺ പവർ ലൈനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അൺഇൻസുലേറ്റഡ് സർക്യൂട്ടിൽ നിന്നോ ആണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്കറിയാം ചില ഹൈ ഇലക്ട്രിസിറ്റി ഒക്കെ നമ്മളുടെ ശരീരത്തിന് ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് സിവിയർ ബേണുകൾ ഉണ്ടാവും, രൂക്ഷമായ നല്ല രീതിക്ക് പൊള്ളലുണ്ടാവും. പിന്നെ ഈ ഷോക്ക് ഏറ്റ് മരിക്കാനുള്ള കാരണം നോക്കടാ, കാർഡിയാക് അറസ്റ്റ് ആണ്. നമ്മുടെ ഹൃദയം പെട്ടെന്ന് സ്തംഭിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് കൃത്യമായിട്ട് ഈ 1, 2, 3, 4 പോയിന്റ് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് ഇനി നോക്കടാ, ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഒബ്സർവ് ദ ഗിവൺ സിറ്റുവേഷൻസ്. അപ്പോൾ ഇവിടെ നോക്കട്ടെ, ഇവിടെ 1, 2, 3, 4, 8 സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻ വിച്ച് ദർ ഈസ് എ ചാൻസ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ഈസ് എ ചാൻസ് ഫോർ ഇലക്ട്രിക് ഷോക്ക് ആൻഡ് പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ അപ്രോപ്രിയേറ്റ് ബോക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കടാ, ഇവിടെ 8 സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. ആ 8 സിറ്റുവേഷനിൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാൻ സാധ്യത ഉള്ളവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക, ശരിയിട്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. യൂസ് ഡിവൈസസ് ഓഫ് ഗുഡ് ക്വാളിറ്റി. നല്ല ക്വാളിറ്റിയിലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുക. നല്ല ക്വാളിറ്റിയിലുള്ള ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അവിടെ ടിക്ക് മാർക്ക് ഇടണ്ട. ഓക്കെ, നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസിന് മാത്രമാണ് കേട്ടോ. അടുത്തത്
ചേഞ്ചിങ് ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ. നമ്മൾ സ്വിച്ച് ഓൺ ആക്കി, ബൾബിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമ്മൾ ബൾബ് മാറ്റാൻ നിന്നു. അങ്ങനെ ബൾബ് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഷോക്ക് അടിക്കും അല്ലേ? കാരണം സ്വിച്ച് ഓൺ ആണ്, ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ടിക്ക് മാർക്ക് കൊടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ടേണിങ് ഓൺ എ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്. നമുക്കറിയാം ഈ നനഞ്ഞ കൈ, നമ്മളുടെ വീട്ടിലുള്ള അമ്മമാരൊക്കെ നമ്മളോട് പറയാറുണ്ട് നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഓൺ ആക്കല്ലേ എന്ന്. എന്തുകൊണ്ടാണ്? കാരണം നനഞ്ഞ കയ്യിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. ആ വെള്ളം സ്വിച്ചുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ആ സ്വിച്ചിൽ നിന്ന് ചിലപ്പോൾ ഇലക്ട്രിസിറ്റി വന്നിട്ട് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാം. അപ്പോൾ നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഓൺ ആക്കുന്നത് നമുക്ക് ഒരു ഇലക്ട്രിക് ഷോക്കിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ടിക്ക് മാർക്ക് കൊടുക്കാം. ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. റിമൂവിങ് ദ ഫാൻ ഫ്രം ദ സീലിംഗ് ആഫ്റ്റർ ടേണിങ് ദ മെയിൻ സ്വിച്ച് ഓഫ്. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നമ്മുടെ സീലിംഗ് ഫാന് ഊരുന്നത്, അത് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഇല്ല അല്ലേ? ഇല്ല, ചാൻസ് അടിയില്ല. അപ്പോൾ വേണം. അടുത്ത്, റിമൂവിങ് ദ പ്ലഗ് പിൻ വിത്തൗട്ട് സ്വിച്ചിങ് ഓഫ്. സ്വിച്ച് ഓഫ് ആക്കാതെ നമ്മൾ പ്ലഗ് ഊരുകയാണെന്ന് വിചാരിക്കുക. നമ്മളുടെ ഏതെങ്കിലും ഒരു ചാർജറിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസിൻ്റെ ഒക്കെ പ്ലഗ് നമ്മൾ ഊരുകയാണെന്ന് വിചാരിക്കുക. സ്വിച്ച് ഓഫ് ആക്കാതെ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ? ഉണ്ട്. അതുകൊണ്ട് അത് ടിക്ക് കൊടുക്കുക. ബുദ്ധിമുട്ടില്ല. നെക്സ്റ്റ് നോക്കാം. യൂസിങ് വയേഴ്സ് വിത്തൗട്ട് പ്രോപ്പർ ഇൻസുലേഷൻ. കൃത്യമായിട്ട് ഇൻസുലേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു പ്ലാസ്റ്റിക് ഒരു ഇൻസുലേറ്റർ വെച്ചിട്ട് കോട്ട് ചെയ്യാത്ത, കവർ ചെയ്യാത്ത വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ വയറിൽ നിന്ന്, ഇൻസുലേറ്റ് ചെയ്യാത്ത ആ വയറിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാം. അപ്പോൾ അതും ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അതും കൊടുക്കാം. നെക്സ്റ്റ്, റിപ്പയറിംഗ് ഡിവൈസസ് വൈൽ സ്വിച്ചസ് ആർ ടേൺ ഓൺ. സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു ഉപകരണം നമ്മൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത്, നന്നാക്കുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കാം. അപ്പോൾ അതും എന്ത് ചെയ്യാം? ടിക്ക് കൊടുക്കാം. ബുദ്ധിമുട്ടില്ലല്ലോ? യൂസിങ് ഫുഡ് വെയർ വൈൽ അയണിങ് ക്ലോത്ത്. എന്താ അങ്ങനെ പറഞ്ഞാൽ? നമുക്കറിയാം നമ്മളിപ്പോൾ ഇസ്തിരി ഇടുകയാണ്, ഇസ്തിരി പെട്ടി ഉപയോഗിച്ചിട്ട് ഇസ്തിരി ഇടുകയാണ്. അങ്ങനെ ഇസ്തിരി ഇടുന്ന സമയത്ത് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുന്നത് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഇല്ല. ഇല്ല. കാരണം നമ്മൾ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് അവിടെ ഇല്ല. അപ്പോൾ അതിന് ടിക്ക് മാർക്ക് കൊടുക്കണ്ട. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് മക്കളെ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായേ? അപ്പോൾ ഒന്നാമത്തെ ചാൻസ് എന്താ? യെസ്, നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ബൾബ് മാറ്റുമ്പോൾ, പിന്നെ നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ, പിന്നെ സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് റിമൂവ് ചെയ്യുമ്പോൾ, അതേപോലെ പ്രോപ്പർ ഇൻസുലേഷൻ ഇല്ലാത്ത വയറുകൾ ഉപയോഗിക്കുമ്പോൾ, പിന്നെ സ്വിച്ച് ഓഫ് ആക്കാതെ നമ്മൾ ഒരു ഡിവൈസ് റിപ്പയർ ചെയ്യുമ്പോൾ, ഈ 5 സാഹചര്യത്തിൽ നമുക്ക് ഷോക്ക് അടിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഈ 5 സാഹചര്യം പഠിച്ചു വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഇനിയിപ്പോൾ അതല്ല, എങ്ങനെ എന്താ? ഇപ്പം നമുക്കറിയാം നമുക്ക് ഷോക്ക് അടിക്കാതെ നിൽക്കുക. നമ്മൾ മാക്സിമം ഷോക്ക് അടിക്കാതെ അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് ഷോക്ക് അടിച്ചു എന്ന് വിചാരിക്കാം, ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റു. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. അതാണ് അടുത്തത്. വാട്ട് ആർ ദ തിങ്സ് ടു ബി ഡൺ ഇമ്മീഡിയറ്റ്ലി ടു സേവ് എ പേഴ്സൺ ഹു ഹാസ് സഫേർഡ് ആൻ ഇലക്ട്രിക് ഷോക്ക്. ഒരു ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്ന ആൾക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ആ ആളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നമുക്കൊരു 4 കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്കൊന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ദ ഫസ്റ്റ് തിങ് ടു ബി ഡൺ ഈസ് ടു ഡിസ്കണക്ട് ദ ഇലക്ട്രിക് കോണ്ടാക്റ്റ്. അതായത് ഇപ്പോൾ ഒരാളിങ്ങനെ ഷോക്ക് അടിച്ച് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഷോക്ക് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കാൻ പാടുണ്ടോ? നോക്കി നിൽക്കാൻ പാടില്ല. നോക്കി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാട്ടോ. നോക്കിക്കരുതേ. നമ്മൾ ചെയ്യേണ്ടത് ഏത് ഡിവൈസിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് സർക്യൂട്ടിൽ നിന്നാണോ അദ്ദേഹത്തിന് ആ ഷോക്ക് അടിക്കുന്നത്, ആ അദ്ദേഹവും അല്ലെങ്കിൽ ആ ആളും ആ ഇലക്ട്രിക് സർക്യൂട്ടും അല്ലെങ്കിൽ ആ ഇലക്ട്രിക് കോണ്ടാക്റ്റ്, ആ തമ്മിലുള്ള ബന്ധം നമ്മൾ വേർപ്പെടുത്താം. ഓക്കെ, ഇപ്പോൾ ഷോക്ക് അടിക്കുന്നത് ഒരു പ്ലഗിൽ നിന്നാണെങ്കിൽ ആ പ്ലഗും അതേപോലെ അയാളും തമ്മിൽ വേർപ്പെടുത്താം. ഓക്കെ ആണല്ലോ? യു ക്യാൻ സ്വിച്ച് ഓഫ് ഓർ റിമൂവ് ദ ഫ്യൂസ് ഫ്രം ദിസ്. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് ഇങ്ങനെ ആ ഇലക്ട്രിക് കോണ്ടാക്റ്റ് നിർത്താൻ വേണ്ടി, ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. ഓക്കെ, സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യത്തില്ല അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ ഫ്യൂസ് അങ്ങ് ഊരാം. ഓക്കെ, മെയിൻ സ്വിച്ചോ അല്ലെങ്കിൽ ഫ്യൂസോ എന്ത് ചെയ്താൽ മതി? ഊരിയാൽ മതി. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ അതല്ല, നമുക്ക് സ്വിച്ച് ഒന്നും ഓഫ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഒന്നും ഓഫ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യാം?
separate the person from the electric circuit using a dry wooden stick or some other good conductor. ഓക്കെ യെസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് സ്വിച്ചോ അല്ലെങ്കിൽ ഫ്യൂസ് വയറൊന്നും ഊരിയെടുക്കുക അല്ലെങ്കിൽ അതൊന്നും ഓഫ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഉണങ്ങിയ വടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അയാൾ ഒരൊറ്റ അടി അങ്ങ് കൊടുക്കുക. തലയ്ക്കൊന്നും അടിക്കരുത്, നമ്മൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്കല്ലാത്ത ഭാഗങ്ങളിൽ എന്ത് ചെയ്യുക, അടിക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അയാളും ആ ഇലക്ട്രിക് കോണ്ടാക്റ്റും തമ്മിൽ വേർപിരിയും, അല്ലേ? ആ കോണ്ടാക്റ്റ് ഇല്ലാതെയോ. അപ്പോൾ നമുക്ക് അയാളെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താ, ഒരാളിപ്പോൾ ഷോക്കിൽ നിന്ന് സഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, അയാളും ആ ഇലക്ട്രിക് കോണ്ടാക്റ്റും തമ്മിൽ ഡിസ്കണക്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു പ്ലഗിൽ നിന്നാണ് അദ്ദേഹത്തിന് ഷോക്ക് അടിക്കുന്നതെങ്കിൽ ആ പ്ലഗും അയാളും തമ്മിൽ വേർപെടുത്തുക. പിന്നെന്ത് ചെയ്യണം, അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹവും അല്ലെങ്കിൽ അയാളും ആ ഇലക്ട്രിക് സർക്യൂട്ടും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നിർത്താൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂസ് ഊരി മാറ്റാം. ഇനിയിപ്പോൾ അതല്ല, സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്യൂസ് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഉണങ്ങിയ വടി ഉപയോഗിച്ചിട്ട് അയാളെ ആ സർക്യൂട്ടിൽ നിന്നിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? യെസ്, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അടുത്ത് നോക്കുക, ഇൻ കേസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ പെർഫോം ചെസ്റ്റ് കോംപ്രഷൻസ്. ഇനിയിപ്പോൾ അതല്ല, അയാൾക്ക് ഷോക്ക് അടിച്ചതിന് ശേഷം ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ എന്താ ഹൃദയമിടിപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ, ഹൃദയമിടിപ്പ് ഇല്ല എങ്കിൽ വിചാരിക്കുക, ഹൃദയമിടിപ്പ് എന്നല്ല, ഹൃദയമിടിപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ, ഹൃദയം ഇടിക്കുന്നത് അത്ര ഒരു ഇതിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ, പെർഫോം ചെസ്റ്റ് കോംപ്രഷൻസ്. എന്താ ചെസ്റ്റ് കോംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെസ്റ്റിൽ, അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, അമർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ CPR കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ചെയ്യണം. ഓക്കെ, പ്ലേസ് വൺ ഹാൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ അതർ ആൻഡ് അപ്ലൈ കണ്ടിന്യൂസ് പ്രഷർ ഓൺ ദ വിക്ടിംസ് ചെസ്റ്റ്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ആ ഷോക്ക് അടിച്ച ആളെ എന്ത് ചെയ്യുക, കിടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കുക. പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ അമർത്തി കൊടുക്കുക, അതായത് CPR കൊടുക്കുക എന്ന് പറയില്ലേ, നമ്മൾ രണ്ട് കൈയും വെച്ചിട്ട് അത് നമ്മൾ ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ. അതായത് അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹത്തിന് ആ ഒരു ഹൃദയത്തിൻ്റെ ആ ഒരു മിടിപ്പ് ഉണ്ടാകുന്നത് വരെ, ആ മിടിപ്പ് തുടങ്ങുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ദിസ് ഷുഡ് ബി ഡൺ അണ്ടിൽ ദ ചെസ്റ്റ് സ്റ്റാർട്ട്സ് ബീറ്റിംഗ്. അപ്പോൾ നമ്മൾ ആ ഹാർട്ട്, നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് വരെ എപ്പോഴാണോ ഇടിക്കാൻ തുടങ്ങുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഷോക്ക് ഏറ്റ ആളുടെ നമ്മളുടെ ചെസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പ്രഷർ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഹാർട്ട് ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ, ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൽ എന്ത് ചെയ്യണം, പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏതുവരെ, അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇടിപ്പ് തുടങ്ങുന്നത് വരെ. ഇപ്പോൾ നോക്കുക, ഇഫ് ബ്രീത്തിങ് സ്റ്റോപ്പ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസം നിലയ്ക്കാണെന്ന് വിചാരിക്കുക, ശ്വാസം ഇല്ലാന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യണം, ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസം കൊടുക്കണം. എങ്ങനെയാണ് കൃത്രിമ ശ്വാസം കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ? ഓക്കെ, അപ്പോൾ കൃത്രിമ ശ്വാസം നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. കീപ് ദ ബോഡി വാം ബൈ മസാജിങ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ബോഡി എന്ത് ചെയ്യണം, ശരീരം എന്ത് ചെയ്യണം, ചൂടായി കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ വരയ്ക്കില്ലേ, അതിനെയാണ് മസാജിങ് എന്ന് പറയുക. ഓക്കെ, മൂന്നാമത്തെ കാര്യം ഓക്കെയാണ് അല്ലേ? അടുത്ത്, ടേക്ക് ദ പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി ടു എ ഹോസ്പിറ്റൽ ഇഫ് ദ ഷോക്ക് ഈസ് സിവിയർ. ഇനിയിപ്പോൾ അതല്ല, ഭയങ്കര രൂക്ഷമായിട്ട് വലിയ രീതിയിലാണ് ഷോക്ക് അടിച്ചതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ എൻ്റെ മക്കൾ നോക്കി വയ്ക്കുക. 1, 2, 3, 4. എന്താ ഫസ്റ്റ് പറഞ്ഞത് എന്താ? യെസ്, ഇപ്പോൾ ഷോക്ക് അടിക്കുന്നുണ്ട്, ഒരാൾ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് കോണ്ടാക്റ്റ് ഡിസ്കണക്ട് ചെയ്യുക. ഓക്കെ, ഇലക്ട്രിക് കോണ്ടാക്റ്റ് ഡിസ്കണക്ട് ചെയ്യാൻ ഒന്നെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂസ് റിമൂവ് ചെയ്യാം. ഇനിയിപ്പോൾ അതിന് പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വടി എടുത്തിട്ട്, ഒരു ഉണങ്ങിയ വടി, മക്കളെ ഈ പച്ചവടി ഒന്നും എടുക്കരുത് കേട്ടോ, ഉണങ്ങിയ മരത്തിൻ്റെ വടി എടുത്തിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, ഒറ്റ അടി അങ്ങ് കൊടുത്തിട്ട് അയാളെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. ഇനിയിപ്പോൾ ഹാർട്ട് ഫെയിലിയർ ആണ്, ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കിടത്തിയിട്ട് നമ്മൾ ചെസ്റ്റിൽ, അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുവരെ നമ്മളുടെ ആ ഹൃദയം ഇടിക്കുന്നത് വരെ. പിന്നെ ബ്രീത്തിങ്, ശ്വാസം നിലയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്രിമ ശ്വാസം കൊടുക്കണം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം.
പിന്നെ ബോഡി മസാജ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ അതല്ല ഷോക്ക്, നമ്മളുടെ ഷോക്ക് അടിച്ചത് വളരെ രൂക്ഷമായിട്ടാണെങ്കിൽ, വളരെ ക്രിട്ടിക്കൽ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഓക്കെ ആണല്ലോ. യെസ്. ഇനി നിങ്ങൾക്ക് അപ്പോൾ ഷോക്ക് എന്നുള്ള ഭാഗത്ത് ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ. ഇത് ഇതുണ്ടാവാം, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് നമ്മൾ പറയുന്ന പേരെന്താ? ജനറേറ്റർ എന്നാ പറയുക. ജനറേറ്റർ എന്നാ പറയുക അല്ലേ. ഈ ജനറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുക നമ്മൾ? യെസ്, ജനറേറ്റർ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് പരിപാടികളിലൊക്കെ നിങ്ങൾ ഈ ഒരു ജനറേറ്റർ കണ്ടിട്ടുണ്ടാവും. ജനറേറ്റർ എന്തിനാ? നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പിന്നെ നമുക്കറിയാം ഈ ജനറേറ്ററുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ പെട്രോള് അല്ലെങ്കിൽ ഡീസൽ, കെറോസിനൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ജനറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂവല്. പിന്നീട് ആ ജനറേറ്ററുകൾ നമ്മളുള്ള ആ ഒരു ഫ്യൂവല്, ഒഴിച്ച ഫ്യൂവല് പിന്നീട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് പുറത്തു വരിക അല്ലേ. അപ്പോൾ നമുക്ക് ജനറേറ്ററുകളെ പറ്റി വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ജനറേറ്ററുകളെ പറ്റി അപ്പോൾ നോക്കാം മക്കളെ. ഓക്കെ മക്കളെ നോക്കാം. ഓക്കെ, ദ ജനറേറ്റർ, കളർ മാറില്ല. ജനറേറ്റർ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി, അതായത് ഇലക്ട്രിസിറ്റി എന്തെയും പ്രൊഡ്യൂസ് ചെയ്യും ആര്? ജനറേറ്ററുകൾ. മേക്കിംഗ് യൂസ് ഓഫ് എനർജി ഫ്രം ഫ്യൂവൽസ് ലൈക്ക് പെട്രോള്, ഡീസല്, കെറോസിൻ. പെട്രോള്, ഡീസൽ, കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ പോലുള്ള ഫ്യൂവലുകളിൽ നിന്ന് എനർജി ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യൽ എങ്ങനെ? നമ്മളുടെ ഫ്യൂവലുകളിൽ നിന്ന്. ഏതൊക്കെയാണ് ഫ്യൂവല്? പെട്രോൾ, ഡീസൽ, കെറോസിൻ. അങ്ങനെയുള്ള ഫ്യൂവലുകളിൽ നിന്ന് എനർജി യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവരിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച് എന്ത് എനർജി ആയിട്ടാണ് മാറുക എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്കറിയാം, ഈ ഫ്യൂവലുകളിലുള്ള എനർജി കെമിക്കൽ എനർജിയാണ് അല്ലേ. ഫ്യൂവൽ, ഇപ്പോൾ പെട്രോൾ, ഡീസൽ പോലെയുള്ള ഫ്യൂവലുകളിലൊക്കെ ഉള്ളത് നമ്മളുടെ കെമിക്കൽ എനർജിയാണ് അല്ലേ. അപ്പോൾ ആദ്യം ഈ കെമിക്കൽ എനർജി എന്ത് എനർജി ആയിട്ട് മാറും മക്കളെ? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. അപ്പോൾ ആദ്യം കെമിക്കൽ എനർജി ആയിട്ട് മാറും. അപ്പോൾ കെമിക്കൽ എനർജി പിന്നീട് ആ യന്ത്രം പ്രവർത്തിക്കും, അപ്പോൾ മെക്കാനിക്കൽ എനർജി. പിന്നീട് ആ യന്ത്രം പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടുക. അപ്പോൾ ഇവരിൽ നടക്കുന്നത് എന്താ? ഫസ്റ്റ് അത് കെമിക്കൽ എനർജിയാണ്, പിന്നീട് അത് മെക്കാനിക്കൽ എനർജിയാണ്, പിന്നെ അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്താണ് ആ ജനറേറ്ററിൽ നടക്കുന്ന പ്രവർത്തനം? ആദ്യം നമുക്കറിയാം, നമ്മൾ ആദ്യം ജനറേറ്ററുകളിലേക്ക് കെമിക്കൽ എനർജി കൊടുക്കും. ഫ്യൂവൽ ഒഴിച്ചിട്ടാണ് നമ്മൾ കെമിക്കൽ എനർജി കൊടുക്കുക. പിന്നീട് ആ ജനറേറ്റർ പ്രവർത്തിച്ചിട്ട് അത് എന്ത് ചെയ്യും? മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റും. പിന്നീട് ആ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നതാണ് നമ്മൾ ജനറേറ്ററുകളിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ഇലക്ട്രിക്കൽ എനർജി ലഭിക്കും. ഓക്കെ, യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇവിടെ മക്കളെ നിങ്ങൾക്ക്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത് നമുക്കറിയാം ഡാമുകളാണ്. ഒന്ന് അണക്കെട്ട് എന്ന് മലയാളത്തിൽ പറയും അല്ലേ. അപ്പോൾ അണക്കെട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. ഇങ്ങനെ നമ്മൾ നോക്കണം, നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ഈ വാട്ടർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന, വൈദ്യുതി ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഓക്കെ, എന്താ പറയുക? വാട്ടർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്ന ആ സ്ഥാപനങ്ങളെ പറയുന്ന പേര് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു നോക്കിയേ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന അവിടുത്തെ പ്രവർത്തനങ്ങളാണ് നെക്സ്റ്റ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു നോക്കാം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജനറേറ്റേഴ്സ് ഇൻ hydro electric power stations work using the energy obtained when water stored in reservoirs of dam falls from a height. Okay. ഈ ഡാമുകളിലെ റിസർവോയറുകളിൽ സൂക്ഷിച്ചിട്ടുള്ള ജലം ഉപയോഗിച്ചിട്ട് ആ ജലത്തിൻ്റെ ഊർജം ഉപയോഗിച്ചിട്ടാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിലുള്ള ജനറേറ്ററുകൾ പ്രവർത്തിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, ജനറേറ്റർ ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിലുള്ള ജനറേറ്ററുകൾ
വർക്ക് പ്രവർത്തിക്കുന്നത് യൂസിങ് ദ എനർജി ഒബ്റ്റെയിൻഡ് വെൻ വാട്ടർ സ്റ്റോർഡ് ഇൻ റിസർവോയേഴ്സ് ഓഫ് ഡാം ഫാൾ ഫ്രം എ ഹൈറ്റ്. ഒരു ഹൈറ്റിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ആ വാട്ടറിൻ്റെ എനർജി ഉപയോഗിച്ചിട്ടാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കുക. ഇൻ ഡാമുകളിൽ വാട്ടർ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ റിസർവോയേഴ്സ് ഈസ് ക്യാരിഡ് ത്രൂ പൈപ്സ് ആൻഡ് മെയ്ഡ് ടു ഫാൾ ഫോഴ്സ്ഫുള്ളി ഓൺ ടു ദ ടർബൈൻസ് കണക്റ്റഡ് ടു ദ ജനറേറ്റർ. എന്താ പറഞ്ഞേ? ഇൻ ഡാമുകളിൽ വാട്ടർ വിച്ച് ഈസ് സ്റ്റോർഡ് സംഭരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഈസ് ക്യാരിഡ് ത്രൂ പൈപ്സ് ആൻഡ് മെയ്ഡ് ടു ഫാൾ ഫോഴ്സ്ഫുള്ളി ഓൺ ടു ദ ടർബൈൻസ് കണക്റ്റഡ് ടു ദ ജനറേറ്റർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ റിസർവോയർ, ഇതാണ് റിസർവോയർ എന്ന് പറഞ്ഞാൽ. ആ റിസർവോയറുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് കാണാം? വാട്ടർ കാണാം അല്ലേ. അപ്പോൾ ഈ റിസർവോയറുകളിൽ നിന്ന് മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. റിസർവോയറുകളിൽ നിന്ന് ഈ പൈപ്പ് വഴി, ഇതാണ് പൈപ്പ്, ഈ പൈപ്പ് വഴി എന്ത് ചെയ്യും? വാട്ടർ ഫോഴ്സ്ഫുള്ളായിട്ട് ഭയങ്കര ശക്തിയിൽ എന്ത് ചെയ്യുന്നു? ശക്തിയിൽ ഒഴുക്കും. ഓക്കെ ആണല്ലോ. ഫോഴ്സ്ഫുള്ളി ഓൺ ടു ദ ടർബൈൻസ്. ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തിനെയാണ് ടർബൈൻ എന്ന് പറയുക. അപ്പോൾ ഇതിലൂടെ വരുന്ന വാട്ടർ ഫോഴ്സ്ഫുള്ളായിട്ട് എന്ത് ചെയ്യും? ഈ ടർബൈനിലൂടെ എത്തും. ഓക്കെ ആണല്ലോ. ഇങ്ങനെ വാട്ടർ ഭയങ്കര വലിയ ഫോഴ്സിലായിരിക്കും വരാം. അപ്പോൾ ഫോഴ്സിൽ വന്നിട്ട് ഈ ടർബൈനിൽ എന്ത് ചെയ്യുന്നു മക്കളെ? എത്തുന്നതായിരിക്കും. ഓക്കെ. പിന്നെ എന്ത് സംഭവിക്കും നോക്കാം. ദ ഫോഴ്സ് ഓഫ് ഫാളിംഗ് വാട്ടർ റൊട്ടേറ്റ്സ് ദ ടർബൈൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടർബൈൻ കാണാൻ പറ്റുന്നുണ്ട്. ഈ വാട്ടർ ഇത്രയും ഫോഴ്സിൽ വരുന്നത് കൊണ്ട് ഈ ടർബൈൻ എന്ത് ചെയ്യും മക്കളെ? റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ കടന്ന് കറങ്ങുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കുക. ദ ജനറേറ്റേഴ്സ് കണക്റ്റഡ് ടു ദ ടർബൈൻ സ്റ്റാർട്ട്സ് ടു വർക്ക് ആൻഡ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. പിന്നെ നോക്കുക, ഈ ടർബൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ മെക്കാനിക്കൽ എനർജി പിന്നീട് അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ. ഈ ടർബൈൻ കറങ്ങുമ്പോൾ മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ ആ ടർബൈൻ കറങ്ങുന്നത് കൊണ്ട് പിന്നീട് ഈ ജനറേറ്റർ, ഇവിടെ നിങ്ങൾക്ക് ജനറേറ്റർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് ജനറേറ്റർ. ഈ ജനറേറ്ററുകളിൽ എന്തുണ്ടാവും? ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ നോക്കുക, ദിസ് ഇലക്ട്രിസിറ്റി ഈസ് ട്രാൻസ്മിറ്റഡ് ടു വേരിയസ് പ്ലേസ് ത്രൂ ഇലക്ട്രിക് ലൈൻസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. പിന്നീട് ആ ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോമർ വഴി പല പവർ ലൈനിൽ നിങ്ങൾക്ക് പോകുന്നുണ്ട്. ഓരോ പവർ ലൈൻ, ഓരോ പോസ്റ്റുകളിലൂടെ പോയിട്ട് പിന്നീട് നമ്മളുടെ വീടുകളിലൊക്കെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. അപ്പോൾ ഒന്നും കൂടെ ഈ ചിത്രം വെച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ, കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ റിസർവോയറുകളിൽ വെള്ളം സംഭരിച്ച് വയ്ക്കും. പിന്നെ ഈ റിസർവോയറുകളിൽ നിന്ന് വാട്ടർ ഫോഴ്സ്ഫുള്ളായിട്ട് വളരെ ബലത്തിൽ ഈ പെൻ സ്റ്റോക്ക് പൈപ്പ് എന്നാ പറയാം, നിങ്ങൾ പേരൊന്നും പഠിക്കണ്ട. ഈ പൈപ്പ് വഴി ഇങ്ങനെ ഫോഴ്സ്ഫുള്ളായിട്ട് ഭയങ്കര ബലത്തിൽ ഭയങ്കര ഫോഴ്സ്ഫുള്ളായിട്ട് വാട്ടർ എന്ത് ചെയ്യും? ഈ ടർബൈനിലെത്തും. അങ്ങനെ വാട്ടർ ഫോഴ്സ്ഫുള്ളായിട്ട് ടർബൈനിലെത്തുമ്പോൾ ഈ ടർബൈൻ സ്റ്റാർട്ട്സ് ടു റൊട്ടേറ്റ്. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? യെസ്, ഈ ജനറേറ്ററുകളിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഈ ജനറേറ്ററുകളിൽ നിന്ന് പല ഇലക്ട്രിസിറ്റി പല പവർ ലൈനുകളിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഹൈഡ്രോ പവർ പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ആ സ്റ്റെപ്സ് എൻ്റെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണേ. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇടുക്കിയിലാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉള്ളത്. ഓക്കെയാണല്ലോ. എ മേജർ പാർട്ട് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ കേരള. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ഇലക്ട്രിസിറ്റിയും ഈസ് ഫ്രം ദ ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഇൻ ഇടുക്കിയിൽ നിന്നാണുള്ളത് കേട്ടോ. അതായത് ഇടുക്കിയിൽ നിന്നാണ് ഈ നമ്മളുടെ ഇടുക്കി നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇടുക്കി എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നിന്നാണ് കേരളത്തിലുള്ള മിക്ക ഇലക്ട്രിസിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലേ? ഇവിടെ തന്നെ ഇല്ലേ? ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ. നെക്സ്റ്റ് നോക്കടാ. ഇവിടെ നിങ്ങൾക്ക് കളർ പിന്നെ മാറി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 1, 2 ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നോക്കടാ, ഇതൊക്കെ അതിൻ്റെ ചിത്രങ്ങളാണ്. ഇത് നോക്ക്, ഇതൊക്കെ സോറി ഇത് മറ്റേതാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു നിങ്ങൾ വരച്ച് കാണാൻ വേണ്ടിയ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ പിക്ചറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് അതർ പോസിബിലിറ്റീസ് ഫോർ ഇലക്ട്രിക് പവർ ജനറേഷൻ.
അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള 2 രീതികൾ പറഞ്ഞു. ഒന്ന് ജനറേറ്റർ വഴി, അതേപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വഴി. ഇനി വേറെയുള്ള കുറച്ച് സാധ്യതകളുണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ. നമുക്ക് ഏതൊക്കെ നോക്കാം. ഒന്ന് തെർമൽ പവർ സ്റ്റേഷൻ വഴി. ഇതാ തെർമൽ പവർ സ്റ്റേഷൻ. ഇതാണ് തെർമൽ പവർ സ്റ്റേഷൻ. നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് ഒന്നും പഠിക്കാനില്ല, വെറുതെ ആ പേര് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. തെർമൽ പവർ സ്റ്റേഷൻ ആണ്. നെക്സ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. അപ്പോൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലും തെർമൽ പവർ സ്റ്റേഷനിലും ഒക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഇവിടെ തെർമൽ എനർജിയാണ് യൂസ് ചെയ്യുക, ഇവിടെ ന്യൂക്ലിയർ എനർജിയാണ് യൂസ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വിൻഡ് മില്ലാണ്. വിൻഡ് മില്ല് നിങ്ങൾക്കറിയാം, കാറ്റ് ഉപയോഗിച്ചിട്ട് ഈ കാറ്റാടി ഇങ്ങനെ കറങ്ങും, കാറ്റാടി കറങ്ങിയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. അപ്പോൾ വിൻഡ് മില്ല് കേട്ടോ. അപ്പോൾ 3 നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒന്ന്, നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള വേറെ മാർഗ്ഗങ്ങൾ. ഒന്ന് തെർമൽ പവർ സ്റ്റേഷൻ വഴി നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ വഴി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, അതേപോലെ വിൻഡ് മില്ലുകൾ വഴി നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നിങ്ങൾ ഇവിടെ തന്നെ ഇല്ലേ? യെസ്. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കാണ് സോളാർ സെല്ല്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം സോളാർ സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു സോഴ്സ് ആണല്ലേ. അപ്പോൾ ഈ സോളാർ സെല്ല് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു ഇലക്ട്രിസിറ്റി നിർമ്മിക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ എന്താണ് സോളാർ സെല്ല് മക്കളെ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ സോളാർ സെല്ല് നോക്കണം. സോളാർ സെൽ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് സോളാർ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. സോളാർ എനർജി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ സൂര്യൻ എന്ന് വിചാരിക്കുക. ഇതാണ് സൂര്യൻ. ഈ സൂര്യനിൽ നിന്ന് വരുന്ന എനർജിയാണ് സോളാർ എനർജി കേട്ടോ. സൂര്യനിൽ നിന്ന് വരുന്ന എനർജിയാണ് സോളാർ എനർജി. ആ സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസുകളെയാണ് നമ്മൾ സോളാർ സെല്ല് എന്ന് പറയാം. ഇതൊക്കെ സോളാർ പാനലുകളാണ് കേട്ടോ. നമുക്ക് എന്താണെന്ന് പറയാം. അപ്പോൾ സോളാർ സെൽ എന്താണ്? എന്ത് എനർജി ആക്കി മാറ്റും? യെസ്, സോളാർ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു സോളാർ സെല്ല് എന്താ? സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസുകളാണ്. ഇനി സോളാർ പാനൽ എന്താണെന്ന് പഠിക്കാം. സോളാർ പാനൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more സോളാർ സെല്ല്. രണ്ടോ അതിലധികമോ 2 or more അല്ലേ, 2 or അതിലധികമോ സോളാർ സെല്ലുകൾ കൂടി ചേർന്ന ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തെയാണ് നമ്മൾ സോളാർ പാനൽ എന്ന് പറയുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഇതെന്താണ്? ഒരു സോളാർ പാനലുകളാണ്. ഓക്കെ. ഈ സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ സോളാർ പാനൽ വഴി നമുക്ക് ഇലക്ട്രിസിറ്റി നിർമ്മിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ? കാരണം നമുക്കിത് നമ്മുടെ പ്രകൃതിക്ക് ദോഷമൊന്നുമില്ല, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ നോക്കുക, സോളാർ എനർജി ഈസ് എ സൊല്യൂഷൻ ഫോർ ദ ഫ്യൂച്ചർ എനർജി ക്രൈസിസ്. അപ്പോൾ നമ്മൾ ഭാവിയിലൊക്കെ നമുക്ക് ഊർജം ഒരുപാട് കിട്ടാത്ത അവസ്ഥ വരും. ആ ഊർജം കിട്ടാത്ത അവസ്ഥേനെയാണ് എനർജി ക്രൈസിസ് എന്ന് പറയാം. അപ്പോൾ ഈ എനർജി ക്രൈസിസിനെ നമുക്ക് ഒരു ഭാവിയിലുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരമായിട്ട് സോളാർ എനർജീനെ കണക്കാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ, സോളാർ എനർജീനെ കണക്കാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ മക്കളെ കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജി. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ തുച്ഛമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന. ഫോർ ഹാർനസിങ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നുള്ള അർത്ഥമാണ്. ഹാർനസിങ് സോളാർ എനർജി ആർ ടു ബി ഡെവലപ്ഡ്. സോളാർ എനർജി ഉപയോഗിച്ചിട്ട് ചിലവ് ചുരുക്കാൻ പറ്റുന്ന, നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ഇപ്പോൾ ഈ ജനറേറ്ററുകളിലൊക്കെ നമുക്കറിയാം ഫ്യൂവൽസ് ഉണ്ട്. ആ ഫ്യൂവൽസിനൊക്കെ ഭയങ്കര പൈസയാണ്. അപ്പോൾ അതേപോലെ ഈ സോളാർ എനർജി നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പൈസ കുറച്ചിട്ടുള്ള ടെക്നോളജികൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ സോളാർ സെൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. സോളാർ സെൽ എന്താണ്? സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് സോളാർ സെല്ല് എന്ന് പറയുക. എന്താ സോളാർ പാനൽ? സോളാർ പാനൽ 2 or അതിലധികമോ സോളാർ സെല്ലുകളുടെ കൂട്ടത്തെയാണ് സോളാർ പാനൽ എന്ന് വിളിക്കുക. പിന്നെ ഭാവിയിലുള്ള ഫ്യൂച്ചർ എനർജി ക്രൈസിസിനെ സോളാർ എനർജി ഒരു സൊല്യൂഷനാണ്. ഓക്കെ. യെസ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ പാഠം കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഉള്ളത്. ഇതും കൂടി ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. അപ്പോൾ വിച്ച് ആർ ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് വേസ്റ്റഡ്? നമ്മൾ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ സാഹചര്യം, അപ്പോൾ ഞാൻ ഓരോന്ന് നമ്പർ ഇട്ട് വിടും. അപ്പോൾ 1. ഓക്കെ. ഒന്നാമത്തെ നോക്കാം. 1 എന്താണ്? ഫോർഗെറ്റിംഗ് ടു ടേൺ ദ ലൈറ്റ്സ് ഓഫ്. നമ്മളിപ്പോൾ ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ മറക്കാറുണ്ട്. അത്
ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണമാണ്. നെക്സ്റ്റ് പ്രൊലോങ്ഡ് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള പ്രൊലോങ്ഡ് റെഫ്രിജറേറ്റർ യൂസ്. നമ്മൾ തുടർച്ചയായിട്ട് റെഫ്രിജറേറ്റർ ഫ്രിഡ്ജൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഒരുപാട് നഷ്ടമാകുന്നുണ്ട്. അതേപോലെ യൂസിങ് ഇൻഎഫിഷ്യൻറ്റ് ലൈറ്റ് ബൾബ്. ഇൻഎഫിഷ്യൻറ്റ് ലൈറ്റ് ബൾബ് എന്ന് ഉദ്ദേശിച്ചത് നമ്മളുടെ ഫിലമെൻറ്റ് ബൾബിനെയാണ് കേട്ടോ. കാരണം നമുക്കറിയാം ഫിലമെൻറ്റ് ബൾബ് ഒരുപാട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫിലമെൻറ്റ് ബൾബുകൾ പോലെയുള്ള ഇൻഎഫിഷ്യൻറ്റ് ഒരുപാട് എനർജി യൂസ് ചെയ്യുന്ന ബൾബുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടാനുള്ള കാരണമാണ്. അടുത്തത് എക്സസീവ് യൂസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസ്. നമ്മൾ ഒരുപാട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം. അപ്പോൾ 4 കാരണങ്ങളൊന്ന് മക്കൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യാനുള്ള 4 കാരണങ്ങൾ: ഒന്ന്, നമ്മൾ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഓഫ് ചെയ്യാൻ മറക്കുന്നത്, പിന്നെ ഒരുപാട് നേരം റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട്, പിന്നെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ബൾബുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട്, പിന്നെ ഒരുപാട് നേരം ഇലക്ട്രോണിക് ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ ആണല്ലോ? സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്തായിട്ടുണ്ട് മക്കളെ? ഓവർ. നമ്മുടെ ചാപ്റ്റർ ഓവർ. ഓക്കെ ആണല്ലോ? യെസ്, നമ്മുടെ ചാപ്റ്റർ ഈസ് ഓവർ. അപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഒരു താങ്ക് യു ആണ് കേട്ടോ. സോ എല്ലാവർക്കും ഒരു താങ്ക് യു. ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇനി ബാക്കി ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള